ഇഡിയുടെ കാര്യം പറയാം. വാസുവിന്റെ വീട്ടിലെ പരിശോധന എങ്ങനെ നടക്കുന്നു ഹരി? റോഷ്നി, പരിശോധന ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ 8 മണിക്കൂർ നേരമായി വാസുവിന്റെ തിരുവനന്തപുരം പേട്ടയിലെ വീട്ടിൽ പരിശോധന തുടരുകയാണ്. ഉദ്യോഗസ്ഥർ ഇപ്പോഴും വീടിനകത്ത് തന്നെയാണ്. കുടുംബാംഗങ്ങളുണ്ട്, വാസുവിന്റെ കുടുംബാംഗങ്ങളുണ്ട് അകത്ത്. അവരുടെ അടുത്തു നിന്നൊക്കെ തന്നെ പ്രാഥമികമായിട്ട് വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ആ വിവരങ്ങൾ ശേഖരിക്കുന്നതിനോടൊപ്പം തന്നെ കൂടുതലായി എന്തെങ്കിലും തരത്തിലുള്ള രേഖകളടക്കമുള്ളവ, ഒപ്പം തന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വാല്യുബിൾസ് അവ കിട്ടുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഇഡി ഉദ്യോഗസ്ഥർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രത്തോളം നേരം പരിശോധന തുടരുന്നു എന്നുള്ളതാണ്. അതായത് SIT പോലും പരിശോധിക്കുന്ന സമയത്ത് 2-3 മണിക്കൂർ നേരം മാത്രമാണ് അത് നീണ്ടു നിന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഇഡിയുടെ പരിശോധന അത് ഏറെ നേരം നീളുന്നു. രാവിലെ 7 മണിയോടുകൂടി ഉദ്യോഗസ്ഥർ എത്തുന്നു. അതിനുശേഷം അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടേയില്ല. 2 വാഹനങ്ങളായി എത്തിയിട്ടുള്ള 7ഓളം ഉദ്യോഗസ്ഥരാണ് ഈ പരിശോധന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 8 മണിക്കൂർ തികഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. വാസു ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ്. ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് മാത്രമല്ല, ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്ത് കൂടി ഇരുന്ന വ്യക്തിയാണ്. പക്ഷേ കമ്മീഷണർ സ്ഥാനത്ത് ഇരിക്കുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് നിർണായകമായിട്ടുള്ള സ്വർണ്ണക്കൊള്ള നടന്നത് എന്നുള്ളതാണ് ഏറ്റവും ഈ ഇഡിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് വാസു ഇതിനകത്തെ ഏറ്റവും നിർണായക കണ്ണിയായി തന്നെ അവർ കരുതുന്നത്. കാരണം സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികളാക്കി തിരുത്തി എഴുതിയ ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിന്റെ നടപടിയാണ് പിന്നീട് സ്വർണ്ണക്കൊള്ളയിലേക്ക് നയിക്കാനുള്ള, അല്ലെങ്കിൽ സ്വർണ്ണാപഹരണത്തിനുള്ള ഒരു സാധ്യതയായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുന്നിലേക്ക് വന്നത് എന്നുള്ളതാണ്. അതിൽ ഈ ആദ്യം ദ്വാരപാലക പാളികളിലും പിന്നീട് കട്ടിളപ്പാളിയിലും സമാനമായി തന്നെ ഇടപെടൽ നടത്തിയിട്ടുള്ള വ്യക്തി കൂടിയാണ് ദേവസ്വം കമ്മീഷണറായിരുന്ന N. വാസു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, വാസു ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി വാസുവിന്, അതായത് അന്നത്തെ ദേവസ്വം ബോർഡിന് ഒരു കത്ത് അടക്കം അയക്കുകയും ചെയ്തിരുന്നു. അതായത് തന്റെ കയ്യിൽ ബാക്കിയുള്ള സ്വർണം ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുമതി തേടിക്കൊണ്ടുള്ള ഒരു കത്തായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ബാക്കി സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിൽ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വാസുവിന് അങ്ങനെ വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് പിന്നീട് ആരെയും, സ്പെഷ്യൽ കമ്മീഷണറെയോ ദേവസ്വം സെക്രട്ടറിയോ അല്ലെങ്കിൽ മറ്റാരെയും അറിയിക്കാതെ അത് ആ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാറ്റി ചെലവഴിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വകമാറ്റി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ തുറന്നു കൊടുത്തു. ഇത്തരത്തിൽ പല രീതിയിലാണ് വാസുവിനെതിരായിട്ടുള്ള കുറ്റം SIT ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാസു ഈ കേസിലെ 4ാം പ്രതിയാണ്. ദേവസ്വം കമ്മീഷണർ എന്നുള്ള നിലയിൽ 4ാം പ്രതിയാണ്. അങ്ങനെയുള്ള വാസുവിനെയും ഈ കേസിൽ ഇഡി പ്രതിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് SIT പ്രതിയാക്കിയിട്ടുള്ള എല്ലാവരെയും ഇഡിയും പ്രതിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇതേവരെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി ഈ 3 പ്രതികൾക്കല്ലാതെ മറ്റാർക്കും സാമ്പത്തികമായി എന്തെങ്കിലും നേട്ടമുണ്ടാക്കി എന്നുള്ള ഒരു നേരിട്ടുള്ള പ്രത്യക്ഷത്തിലുള്ള തെളിവ് SITക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതാണ് ഇവിടെ ഇഡി പരിശോധിക്കുന്നത്. ഈ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടം ഈ പ്രതികളിൽ ആരെങ്കിലും നേടിയിട്ടുണ്ടോ, അവർക്ക് അനധികൃത സ്വത്ത് സമ്പാദനം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇവർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധനയായി ഈ ദിവസങ്ങളിൽ ഇഡി നടത്തുക എന്നുള്ളതാണ്. വാസുവിനെ സംബന്ധിച്ച്, വാസുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കാലയളവിൽ, അതായത് 2019 സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം വാസുവിന്റെ സ്വത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗണ്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ടോ, അതിനുശേഷമാണോ വീട് വെച്ചത്, അതിനുശേഷം ഏതെങ്കിലും സ്ഥലം വാങ്ങിയിട്ടുണ്ടോ, അതിനുശേഷം ബാങ്ക് അക്കൗണ്ടുകളിൽ ഏതെങ്കിലും ഗണ്യമായ രീതിയിലുള്ള പണം വന്നിട്ടുണ്ടോ, തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ഇഡിയെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ SITയുടെ പരിശോധനയിൽ അതിൽ പ്രാഥമികമായിട്ടൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ രേഖകളിൽ കൃത്യമായി ഇടപെടാൻ കഴിഞ്ഞു. അതിനകത്ത് കൃത്യമായി വാസു ഇടപെട്ടിട്ടുണ്ട്. അതിൽ സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികൾ എന്ന് തിരുത്തി എഴുതിയിട്ടുണ്ട്. അങ്ങനെ നിരവധി വട്ടം വാസുവിന്റെ ഇടപെടൽ ഈ ഫയൽ നീക്കത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയും വാസുവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ചില മൊഴികൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന്, ജീവനക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ SITക്ക് മുൻപ് ലഭിച്ചിരുന്നു. അതായത് ദേവസ്വം കമ്മീഷണർ എന്നുള്ള നിലയിലും മാത്രമല്ല ഭരിക്കുന്ന പാർട്ടിയിലും ഭരണതലത്തിലും ഒക്കെ തന്നെ വലിയ സ്വാധീനമുള്ള വ്യക്തി എന്നുള്ള നിലയിലും ഈ വാസുവിന്റെ നിർദ്ദേശങ്ങൾ പലപ്പോഴും പല ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും അനുസരിക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് SITക്ക് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതാണ്. ദേവസ്വം സെക്രട്ടറി അടക്കമുള്ള ആളുകൾ പത്മകുമാറിന്റെയും വാസുവിന്റെയും ഒക്കെ തന്നെ നിർദ്ദേശാനുസരണം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ വാസു ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായി മാറുകയും വാസുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട്, പത്മകുമാറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ അന്വേഷണം നടത്തുന്നത് ഇഡിയെ സംബന്ധിച്ച് ഈ ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാവുകയും ചെയ്യുന്നു. റോഷ്നി, ഹരിമോഹനാണ് N. വാസുവിന്റെ വീടിന് പുറത്തു നിന്ന് ഇഡി പരിശോധനയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ വീടിനകത്ത്, പേട്ടയിലെ N. വാസുവിന്റെ വീടിനകത്ത് ഇഡി ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് ആറന്മുളയിൽ പത്മകുമാറിന്റെ വീട്ടിൽ, ദേവസ്വം മുൻ പ്രസിഡന്റിന്റെ വീട്ടിലും പരിശോധന നടക്കുകയാണ്. ജയശങ്കർ ചേരുന്നു വീടിന് പുറത്തുനിന്ന്. ജയശങ്കർ, പത്മകുമാറിന്റെ വീട്ടിലെ പരിശോധന എന്തായി?
റോഷ്നി, CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം, പത്തനംതിട്ടയിലെ ഏറ്റവും മുതിർന്ന നേതാവ് പത്മകുമാറിന്റെ വീട്ടിൽ ED പരിശോധന തുടരുകയാണ്. 8 മണിക്കൂർ പിന്നിട്ടുകൊണ്ടാണ് ഈ പരിശോധന മുന്നോട്ട് പോകുന്നത്. ഇതുവരെ ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. രാവിലെ 7:15 കൂടിയാണ് ED സംഘം ഈ വീട്ടു മുന്നിലേക്ക് എത്തുന്നത്. വീട്ടുകാരോട് കാര്യം പറഞ്ഞു, വീടിനുള്ളിലേക്ക് കയറി. പിന്നീട് അങ്ങോട്ട് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ ED സംഘം ഈ വീടിനുള്ളിൽ വിശദമായ പരിശോധന നടത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വീടിനുള്ളിലുള്ള പലതരത്തിലുള്ള രേഖകൾ, ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ ഈ SIT ED സംഘമൊക്കെ ചോദിച്ച് അറിയുന്നുണ്ട്. ED-യുടെ 4 ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമാണ് ഇങ്ങോട്ട് എത്തിയത്. കേന്ദ്രസേനയുടെ സുരക്ഷയിലാണ് ഈ ഒരു പരിശോധന. നമ്മൾ രാവിലെ എത്തിയ ഘട്ടത്തിൽ ഈ വാതിൽ അടച്ചതാണ്. പിന്നീട് ഈ വാതിൽ തുറന്നിട്ടേയില്ല. അങ്ങനെ വളരെ വിശദമായ പരിശോധന ആറന്മുളയിലെ ഈ വീട്ടിൽ നടക്കുന്നുണ്ട്. CPM-നെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ പ്രതിരോധമാണ് ഈ ഒരു പരിശോധന. കാരണം ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാവിൻ്റെ വീട്ടിലാണ് മണിക്കൂറുകളോളം ഇത്തരത്തിലൊരു ED പരിശോധന നടക്കുന്നത്. മുമ്പ് ഈ വീട്ടിന് മുമ്പിൽ നമ്മൾ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് SIT ആയിരുന്നു വന്നത്. SIT-യുടെ പരിശോധന അന്ന് 17 മണിക്കൂറുകളാണ് നീണ്ടത്. അന്ന് പരമാവധി രേഖകളും തെളിവുകളൊക്കെ SIT കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി മാത്രമായിരിക്കും എന്തായാലും ED-ക്ക് ലഭിക്കുക. ED വിശദമായി വിശാലമായി ഈ വീട്ടിലെ അംഗങ്ങളുടെ ഉൾപ്പെടെ മൊഴി നിലവിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പത്മകുമാറിൻ്റെ ഭാര്യയും മക്കളും മരുമക്കളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വീട്ടിലുണ്ട്. അവരെയൊക്കെ തന്നെ വിശദമായി അവരുടെ വിവരങ്ങളൊക്കെ മൊഴിയായി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. റോഷി, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് പൊടുന്നനെ ED സംഘം ആറന്മുളയിലെ പത്മകുമാറിൻ്റെ വീട്ടിലേക്ക് എത്തിയതല്ല. കഴിഞ്ഞ ഒരാഴ്ചയോളമായി ED-യുടെ ഒരു സംഘം പത്തനംതിട്ടയിലുണ്ട്. പത്മകുമാറിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളുള്ള എല്ലാ ബാങ്കുകളിലും ED സംഘം എത്തിയിട്ടുണ്ട്. ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ റവന്യൂ വകുപ്പിൽ നിന്ന് ED ശേഖരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വലിയ തോതിലുള്ള ഒരു ഹോംവർക്ക് നടത്തിയ ശേഷം ഇന്നലെ രാത്രിയോടുകൂടി ED സംഘം ആറന്മുളയിലെത്തി. അതിനുശേഷം ഇന്ന് രാവിലെ 7:15 ഈ വീട്ടിലെത്തി പരിശോധന ആരംഭിച്ചു. ആ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എപ്പോൾ ഈ പരിശോധന അവസാനിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എന്തായാലും പത്മകുമാറിനെ സംബന്ധിച്ച് വലിയ പ്രതിരോധമാണ് ഈ പരിശോധന തീർക്കുന്നുണ്ട്. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്നു. പിന്നീട് SIT സംഘം ഈ വീട്ടിൽ പരിശോധന നടത്തുന്നു. ഇപ്പോൾ ED പരിശോധന നടത്തുന്നു. അങ്ങനെ CPM-നെ സംബന്ധിച്ച് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നൊരു ആവശ്യമൊക്കെ ജില്ലയിലെ ഒരു ഘടകം ഉന്നയിച്ചെങ്കിലും വേണ്ട കുറ്റപത്രം വരട്ടെ എന്നൊരു നിലപാടാണ് CPM സ്വീകരിച്ചത്. എന്തായാലും ഇത് കാര്യങ്ങൾ ED-യുടെ കയ്യിലേക്ക് കൂടി എത്തുമ്പോൾ ഈ സ്വത്ത് കണ്ടുകെട്ടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇത് മാറുമെന്ന കുറച്ചും കൂടി ഗൗരവം വരുന്നൊരു കാര്യമാണ്. എന്തായാലും ഇനി ഇതിനെ CPM എങ്ങനെ നോക്കുമെന്ന് അറിയണം. ഒപ്പം തന്നെ ED അവരുടെ പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ പരിശോധന നടത്തുന്നത്. പക്ഷേ SIT സംഘം മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ പരിശോധന നടത്തി പരമാവധി രേഖകളും തെളിവുകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് എന്ത് എന്നാണ് ED ഇവിടെ നോക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് എന്ത് കിട്ടുമെന്ന് പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ മരിച്ചു പെറുക്കുകയാണ് ED. 1 ലക്ഷത്തിലധികം ഉദ്യോഗസ്ഥർ പലയിടങ്ങളിലായി തെക്കൻ സംസ്ഥാനങ്ങളിൽ നടത്തുന്ന പരിശോധന പുരോഗമിക്കുമ്പോൾ അതിന്റെ ഓരോ വിശദാംശങ്ങളും ഞങ്ങളുടെ പ്രതിനിധികൾ ആ സ്പോട്ടിൽ നിന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഓരോ പ്രേക്ഷകർ സന്ദേശങ്ങൾ അറിയിക്കുന്നുണ്ട് യൂട്യൂബ് ചാനലിലൂടെ വന്നുകൊണ്ട്. എന്തുകൊണ്ട് തന്ത്രിയുടെ വീട്ടിൽ പരിശോധനയില്ല എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. നമ്മളും അതാണ് നോക്കുന്നത്. പരിശോധന ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. മാത്രമല്ല ED പല കേസുകളിലും കാണിച്ചിട്ടുള്ള സുതാര്യത, അതിനെക്കുറിച്ച് കൂടി പറയൂ എന്നൊക്കെ പറയുന്നുണ്ട്. വിശദമായ വിവരങ്ങളിലേക്ക് നമ്മൾ ഇനിയും പോകുന്നതേയുള്ളൂ. പ്രത്യേകിച്ച് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പലരുടെയും പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് ED പരിശോധനയെക്കുറിച്ച്. അതിലേക്കൊക്കെ നമുക്ക്